വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങൾ ഈ വാട്ടറിൽ കണ്ടാൽ മനസ്സിലാവും, നല്ല ആൽഗെ കയറി ഫുള്ള് ആൽഗെ ഗ്രോത്തോടെ നമുക്ക് ഫിഷസിനെ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ആൽഗെ അങ്ങ് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതിനേക്കാളും നമുക്കൊരു നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ ആ ഐഡിയ നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ ആൽഗെ വാട്ടർ. ഈ ആൽഗെ വാട്ടർ ഞാൻ ഒരു ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള ആൽഗെ വാട്ടറാണ് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് എടുത്തത്. അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് നമുക്കിനി എങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിന് നമുക്കൊരു കുറച്ച് സൊല്യൂഷൻ എടുത്തുകൊണ്ട് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ മൊത്തത്തിലായിട്ട് രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോ അവസാനം കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു പ്രൂവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ ചിന്തിച്ചത്. അപ്പോൾ എല്ലാ ഭാഷയിലുള്ളവരും എല്ലാ ലാംഗ്വേജിലുള്ളവരും ഒത്തിരി പേര് ഇതിനെ ആവശ്യപ്പെട്ടിരുന്നു എങ്ങനെയാണ് കറക്റ്റ് പറഞ്ഞു തരാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇത് എക്സ്പെരിമെൻ്റ് ആയിട്ടൊന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണുന്ന ഇതെന്ന് പറഞ്ഞാൽ ഡാഫ്നിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിൽട്ടർ ഫീഡറാണ്. ഇതൊരു നമ്മുടെ മൊയിനെ പോലെ തന്നെ നമ്മുടെ ഒരു ലൈഫ് ഫീഡായിട്ട് നമുക്ക് വലിയ കുറച്ച് ഫിഷസ് നമ്മൾ കൊടുക്കുന്ന ഒരു ഫീഡാണിത്. നിങ്ങൾക്കിപ്പോൾ ഇതുവഴി കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇത് തൽപ്പം ഒന്ന് മൊയിനേക്കാളും വലുതാണ്. അപ്പോൾ നമ്മുടെ ഇത് സാധാ ഇതും മൊയിനെയും നമ്മുടെ ആൽഗെ കഴിക്കുന്നവയാണ്. പക്ഷേ ഈ ഇതിനെ മാത്രം നമുക്ക് ഫിഷുള്ള ടാങ്കിൽ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മൊയിനെ നമ്മൾ ഫിഷുള്ള ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിലുള്ള ആൽഗെ കുറച്ച് മൊയിനെ കഴിക്കുന്ന സമയത്ത് തന്നെ ബാക്കി മൊയിനെയും കൂടെ നമ്മുടെ ഈ ഗപ്പീസും അല്ലെങ്കിൽ അതിലുള്ള മീനുകൾ പിടിച്ച് തിന്ന് കളയും. പക്ഷേ ഗപ്പീസ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇട്ടിരിക്കുന്ന ടാങ്കുകളിൽ നമ്മൾ നമ്മൾ ഈ ഡാഫ്നി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡാഫ്നി ഇത്രയും വലുതായതുകൊണ്ട് ഗപ്പീസിനൊന്നും പിടിച്ച് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവ എന്ത് ചെയ്യും, ഈ നമ്മുടെ ആൽഗയെ ഫീഡ് ചെയ്തോളും. അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ നിന്ന് ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ആൽഗെ എല്ലാം കില്ല് ചെയ്യാനും പറ്റും. നമുക്ക് വേറെ ഒരു ഫിഷസിനെ ഒന്നും ഇതിൽ നമുക്ക് മാറ്റാതെ തന്നെ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നമുക്ക് മാറ്റാതെ നമ്മുടെ ടാങ്ക് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ ടാങ്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ടോ, ഇതിൻ്റെ ഒക്കെ ഇപ്പോൾ ഒട്ടും ആൽഗെ ഇല്ല. ആൽഗെ ചെറുതായിട്ട് എന്തെങ്കിലും ഗ്രോത്ത് ഇടയ്ക്ക് കുറച്ചിങ്ങനെ പടർന്ന് വരുന്നത് കാണാം. പക്ഷേ അതല്ല, നമ്മുടെ ഈ ആൽഗെ നമ്മുടെ ഈ ഡാഫ്നി ഇവർ വന്ന് കഴിച്ചോളും. അതാണ് ഞാൻ ഡാഫ്നി ഇതിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡാഫ്നിയ നമ്മുടെ ഇതിൽ സെയിലിനുണ്ട്. ഈ ഡാഫ്നിയ സെയിലിൽ നമ്മൾ ഏകദേശം നമ്മൾ കുറേ പീസ് ഒരുമിച്ച് നമ്മൾ മൊയിനെ കൊടുക്കുന്ന പോലെ ഒരു പാക്കറ്റ് 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് ഓൾ ഇന്ത്യ കൊറിയർ സർവീസൊക്കെ ഉള്ളതാണ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഇതാണ് ആൽഗെ. ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഇത് ഏകദേശം പ്രശ്നമായിട്ട് കാണുന്നതാണ്. എല്ലാവരുടെ കുളങ്ങളിൽ ഫുൾ ഇതുപോലെ കളർ ചിലർ വരുന്നുണ്ട് പറയുന്നുണ്ട്. ഓവറായിട്ട് സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജലം അവിടെ കിടന്നു കഴിഞ്ഞാൽ കുറേ ദിവസം കഴിയുമ്പോൾ ഇതേ കളർ വരും. അപ്പോൾ ഇത് മാറാൻ വേണ്ടി ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ ഇതിൽ ഞാനൊന്ന് ആഡ് ചെയ്ത് ഇതിലെങ്ങനെയാണ് മാറ്റുന്നത്, നമ്മളൊരു വലിയ കുളത്തിൽ നിങ്ങൾക്ക് അത്രയും കാണിച്ചു തരാൻ വയ്യാത്ത പാടായതുകൊണ്ടാണ് ഇതിപ്പോൾ ഫീഡ് ചെയ്ത് തിന്നുന്നത് ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് 100% സക്സസ്ഫുള്ളാണ്. ആവശ്യമുള്ളത് ഇത് ട്രൈ ചെയ്ത് നോക്കുക. പണ്ടൊരു വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കി, അവർക്കൊക്കെ കറക്റ്റായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആവശ്യമുള്ള ഡാഫ്നി എടുത്തിട്ടുണ്ട്. ഈ ഡാഫ്നി ഉണ്ട്, ഇത്രയും ഡാഫ്നി ഇപ്പോൾ ഇതിൽ കുറച്ചുണ്ട്. അതിൽ ആവശ്യമില്ലാതിരുന്ന ബാക്കിയിരുന്ന വെള്ളം ഞാൻ അത്ര റിമൂവ് ചെയ്തിട്ടുണ്ട്. ഡാഫ്നി നല്ല രീതിയിൽ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ ആൽഗെ വാട്ടറിലേക്ക് അപ്പോൾ ഞാൻ ഈ ഡാഫ്നി അങ്ങ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഡാഫ്നി എല്ലാം പോയിട്ടുണ്ട്. ഡാഫ്നി എല്ലാം ഇതിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഡാഫ്നി എല്ലാം ഇനി ഇതിൻ്റെ അകത്ത് പോയിട്ട് അവയ്ക്ക് നല്ല ഫീഡാണത്. അപ്പോൾ ഇനി പയ്യെ ഈ ഡാഫ്നി അത്രയും ഈ ഫീഡിനെ കഴിക്കും. ഇപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാവുണ്ടോ, ഓടി നടന്നവരിപ്പോൾ ഇത് ആഹാരം കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഇതെന്ന് പറഞ്ഞൊരു ഫിൽട്ടർ ഫീഡ് ജീനസിൽ വരുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും വെള്ളത്തിലുള്ള വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിന്ന് വെള്ളത്തിനെ ശുദ്ധീകരിക്കുന്ന ജീവികളാണ് ഇവ. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നാച്ചുറൽ തന്നെ നമുക്ക് വേറെ നമ്മളൊന്നും ചെയ്താൽ നാച്ചുറലായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവർക്കും ഒന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഈ ഗ്ലാസ്സിലുണ്ടാകുന്ന വ്യത്യാസത്തിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കാം വീഡിയോയിൽ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഞാൻ ഇപ്പോൾ ഡാഫ്നി ഇട്ടതിന് ശേഷം അന്നൊരു രാത്രി സമയത്തിന് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഡാഫ്നിയാസ് അപ്പോഴും ആ ടൈമിൽ നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇവ മൂവ്മെൻറ്റും ഒക്കെ നടക്കുന്ന ഇവയുടെ. ഇത് നമ്മുടെ നിങ്ങളിപ്പോൾ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതൊരു ഫിൽട്ടർ ഫീഡറാണ്. മൊയിനയുടെ അതേ ടൈപ്പ് തന്നെയാണ്. പക്ഷേ ഇത് കുറച്ച് വലുതാണെന്നേ ഉള്ളൂ. പിന്നെ ഇവയ്ക്ക് സ്വന്തമായിട്ട് റീഗ്രോത്ത് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. ഇവ എന്ന് പറഞ്ഞാൽ ഇതിൽ കാണുന്ന ഒരു ഡാഫ്നിയെ നശിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളടുത്ത് ഞാൻ ജസ്റ്റ് മാറ്റി വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നശിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ 2 അടപ്പ് പോലെ വരുന്ന ഭാഗമുണ്ട് ഇങ്ങനെ മൂടിയിരിക്കുന്ന ആ ഭാഗം നമ്മുടെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് അടിയിലവിടെ അടിഞ്ഞതിന് ശേഷം ആ ഭാഗത്തു നിന്ന് ഒന്ന് തന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഏകദേശം ഒരു 7-8 മാറും. അപ്പോൾ അതിൻ്റെ ഞാൻ എൻ്റെ ഒരു കുഞ്ഞു ബോട്ടിൽ ഞാൻ പണ്ടിത് പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചിരുന്ന് നോക്കിയിട്ടുണ്ട്. അങ്ങനെ നശിച്ചു പോവാതെ ഇത് വീണ്ടും ഉണ്ടായി വരുന്നത് കൊണ്ട് നമുക്ക് ഇവയുടെ
നശിച്ചു പോകുമെന്ന് പറയാനും പറ്റില്ല. ഇത് ഗപ്പീസൊക്കെ വളർത്തുന്നവരുടെ ടാങ്കിൻ്റെ ഉള്ളിലൊക്കെ ഇത് തനിയെ ഉണ്ടാവുന്നതാണ്. മീനിൻ്റെ അഴുക്കൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് കറുത്ത കളറിൽ ജസ്റ്റ് വേസ്റ്റ് അടി കാണില്ല, അത് ജസ്റ്റ് ഒന്ന് അല്പം ഒന്ന് ഇങ്ങനെ നീക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്പം വെയിലൊക്കെ അടിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഉറപ്പായിട്ട് അതിൻ്റെ അത് ഡാഫ്നിയെ കാണും. കണ്ടില്ല, നിങ്ങൾ എത്തിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ റിസൾട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നമ്മളിപ്പോൾ ആദ്യം നിറച്ചിരുന്ന അതേ ബോട്ടിൽ ഇപ്പോൾ വെറും നമ്മുടെ ഡാഫ്നിയെ മാത്രമാണ് ഓടിക്കളിച്ച് നടക്കുന്ന, ആൽഗിയ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടിപ്പ് വെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും നമ്മുടെ പൗണ്ടൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കിടക്കാൻ വേണ്ടി പറ്റിയൊരു ടിപ്പാണ്. അപ്പോൾ ഡാഫ്നിയെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും വേസ്റ്റ് ചവറൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വേസ്റ്റായിട്ടുള്ള ലീവ്സ് ഉണ്ടെങ്കിൽ ആ ലീവ്സിനെ നമുക്ക് ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചതിന് ശേഷം അതിൽ വലയൊക്കെ വെച്ച് മൂടിയാൽ നമുക്കിതുപോലെ ഡാഫ്നിയ തനിയെ അതിലുണ്ടായി വരും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളിതിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ഡാഫ്നികൾ ഇപ്പോൾ നല്ല ആക്റ്റീവാണ്. കാരണം നല്ല ഫുഡൊക്കെ കിട്ടി കടിച്ച് കിടന്നതാണ്. അപ്പോൾ ഇതിൽ വീണ്ടും നമുക്ക് ഈ കാണുന്നതിൽ ഡാഫ്നി എടുത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വീണ്ടും ഉണ്ടാവും. ഓക്കെ, ഇതാണിപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ മെയിൻ പൗണ്ട്. അപ്പോൾ ഈ ഒരു കുളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ വാട്ടർ നല്ല നമുക്ക് ഉൾഭാഗം തന്നെ കാണാൻ പറ്റുന്നതാണ്, ക്രിസ്റ്റൽ ക്ലിയറാണ്. ഇപ്പോൾ ഇവിടെ നടുക്ക് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ചെറുതായിട്ടൊരു ആൽഗെ ഗ്രോത്ത് ഉണ്ട്. ആ ഗ്രോത്ത് വളരെ ഫാസ്റ്റായിട്ട് റിമൂവ് ആക്കും. നമ്മളിതിൽ ഡാഫ്നി ഉള്ളതുകൊണ്ടാണ് ആ ഒരു പ്രശ്നത്തെ മാറ്റുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കാര്യം മാത്രമേ പറഞ്ഞോളൂ. ഇപ്പം ജസ്റ്റ് എങ്ങനെയാണ് ഡാഫ്നി അത് മാറ്റുന്നതെന്ന് ഞാൻ ചെയ്യുന്ന ഗ്ലാസ് വെച്ച് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരിക എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് ആരും സൈനിങ് ഔട്ട്.